ഹായ് എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇതൊരു ട്രാവൽ വ്ളോഗാണ്. ഞങ്ങൾ പോയ മനോഹരമായൊരു സ്ഥലവും അവിടുത്തെ അതിഗംഭീരമായ കാഴ്ചകളുമാണ് ഈ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എവിടേക്കാണ് പോകുന്നതെന്നല്ലേ? ഞങ്ങൾ പോകുന്നത് കത്തീഫ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങൾ താമസിക്കുന്ന അൽക്കോബാറിൽ നിന്നും കത്തീഫിലേക്ക് ഏകദേശം 40 to 45 മിനിറ്റ്സ് യാത്രയുണ്ട്. ഈസ്റ്റേൺ പ്രൊവിൻസ് മുനിസിപ്പാലിറ്റി സംഘടിപ്പിക്കുന്ന ഈ ഫ്ലവർ ഫെസ്റ്റിവൽ 4ാമത്തെ എഡിഷനാണ് കേട്ടോ. ഏകദേശം 2-2.5 ആഴ്ചയോളം നീണ്ടു നിന്ന ഒരു ഫ്ലവർ ഫെസ്റ്റിവൽ ആയിരുന്നു കേട്ടോ ഇത്. ഞങ്ങൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. അവിടെ എത്തുമ്പോൾ സൗദികളുടെ തന്നെ ഒരു കൾച്ചറൽ ആർട്ട് ഫോം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഗാനം ആലപിച്ചും ദഫൊക്കെ മുട്ടിക്കൊണ്ടാണ് കേട്ടോ അതവർ അവതരിപ്പിച്ചത്. പിന്നീട് പല തരത്തിലുള്ള പല നിറത്തിലുള്ള പൂക്കളുടെ ഒരു വർണ്ണ ലോകത്താണ് നമ്മൾ എത്തിപ്പെട്ടത്. അവധി ദിനമായതുകൊണ്ട് തന്നെ ധാരാളം പേർ ഈ ഫ്ലവർ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനെ കൊണ്ട് ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും ആസ്വദിച്ചത് അവനാണ്. ഓടിയും ചാടിയും ഒക്കെ നടക്കായിരുന്നു കേട്ടോ അവിടെ. ആസ്വദിക്കുവാനും കാണുവാനും ധാരാളം കാഴ്ചകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ പോയില്ലേ, അതേപോലെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നിയത്. സെൽഫിയും വീഡിയോസും മസ്റ്റാണല്ലോ. അതുകൊണ്ട് കിട്ടിയ അവസരം മുതലാക്കി അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനിങ്ങനെ പുറത്തിറങ്ങുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഒന്നാമത് മണ്ണിലിറങ്ങുക, കളിക്കുക, പിന്നെ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വിശാലമായ സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ് ഇത് കാണാൻ. സൗദിയിൽ ഇപ്പോൾ പൊതുവേ നല്ല തണുപ്പുള്ള സമയമാണല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റിലായിരുന്നു ഞങ്ങൾ പോയത്. വലിയ തണുപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെയും കൊണ്ട് പോയപ്പോൾ നന്നായിട്ട് ആസ്വദിക്കാനൊക്കെ പറ്റി കേട്ടോ. അവിടെയുള്ള വഴിയോരങ്ങളിൽ കുതിര സവാരിയും ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കുതിര സവാരി. കുട്ടിക്കുതിരകളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. കാഴ്ചയ്ക്ക് അത് വളരെ ഭംഗിയുള്ളതായി തോന്നി. ഇത്തരം ഫെസ്റ്റിവലുകൾ അവിടെയുള്ള പ്രദേശവാസികളുടെ ജീവിത നിലവാരം ഉയർത്തുവാനും അതുപോലെ തന്നെ പ്രദേശവാസികൾക്കും സന്ദർശകർക്കും വിവിധ സാംസ്കാരിക വിനോദ പരിപാടികളിൽ പങ്കെടുക്കുവാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ്. മേളയിൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളും പരിപാടികളും കഫേകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. വൈകിട്ട് 6 മണിയൊക്കെ കഴിയുമ്പോഴേക്കും നല്ല തിരക്കായി തുടങ്ങി കേട്ടോ. പിന്നെ എനിക്ക് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് ധാരാളം സെൽഫി പോയിന്റുകൾ, അതും പൂക്കളാൽ അലങ്കരിച്ച സെൽഫി പോയിന്റുകൾ അവിടെ ഉണ്ടായിരുന്നു. സെൽഫി പോയിന്റുകളിൽ വെച്ച് ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഏകദേശം 7-7:30 ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു വന്നു. വരാൻ നേരം കണ്ട
ഒരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഇത്. ഒരു ലൈവ് വയലിൻ ഷോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.